എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൈനാപ്പിൾ തോട്ടമാണ്. ഏകദേശം ഒരു 30 സെൻറ്റ് ഭൂമിയിൽ 500ഓളം പൈനാപ്പിൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പല സമയത്തായിട്ട് വെച്ചിട്ടുള്ളതാണ്, ഒരേ ഡേറ്റിനല്ല എല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവൻ പൈനാപ്പിൾ പഴങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ സീസണിലും, ഈവൻ മഴക്കാലത്ത് പോലും, ഈ കഴിഞ്ഞ മഴക്കാലത്ത് പോലും എനിക്ക് കുറച്ച് പൈനാപ്പിൾ കിട്ടി, മൂത്ത് പഴുത്ത്. അപ്പോൾ എല്ലാ സീസണിലും കിട്ടും. അത് കണക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓരോ മാസവും 10, 20, 30 ആ രീതിയിൽ വെച്ചിട്ടാണ് 500 എണ്ണം ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമയത്തും പഴം കിട്ടിക്കൊണ്ടിരിക്കും. പൈനാപ്പിൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഒരു കൃഷിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. അത് നല്ല പോലെ പോകുന്നുണ്ട്. നന്നായിട്ട് കൃഷി ചെയ്യുന്നു. ശുശ്രൂഷ വളരെ കുറവ് മതി. അതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് ഇവിടുന്ന് മാറി നിന്നോ ഒരു 4 ദിവസം, ഒരാഴ്ച ഇവിടെ ഇല്ലെങ്കിലും പൈനാപ്പിൾ ചെടികൾക്കൊന്നും സംഭവിക്കില്ല. ഒരാഴ്ചയിൽ 1-2 തവണ കുറേശ്ശെ വെള്ളം കൊടുക്കണം. പിന്നെ കാര്യമായിട്ടുള്ള കീടബാധകളോ കേടുകളോ ഒന്നുമില്ല. വളം കുറേശ്ശെ ഇട്ട് കൊടുക്കും. അത് പലപ്പോഴായിട്ട് ഒരു വർഷത്തിൽ 2-3 തവണയായിട്ട് കുറേശ്ശെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ആവറേജ് ഒരു 1 കിലോ, 750 ഗ്രാം, 1 കിലോ, 1.5 കിലോ വരെയുള്ള പൈനാപ്പിളുകൾ കിട്ടുന്നുണ്ട്. അതിലും വലുതില്ല. കാരണം ഞാൻ ഒരുപാട് വളമിട്ട് ഒരുപാട് വലുതുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വളങ്ങൾ കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കിട്ടുന്നുണ്ട്. നല്ല കൃഷിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും പരീക്ഷിക്കാം. പെയിൻ കുറവാണ്, ബുദ്ധിമുട്ട് കുറവാണ്, കഷ്ടപ്പാട് കുറവാണ്. ഒരു 3 അടി അല്ലെങ്കിൽ 4 അടി ചതുരം ഉണ്ടെങ്കിൽ ഒരു പൈനാപ്പിൾ ചെടി ഫ്രീ ആയിട്ട് വളരും. 2 ചെടികൾ തമ്മിലുള്ള ദൂരം ഒരു 2 അടിയോ 3 അടിയോ വെച്ചാൽ മതി. പിന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധാരണ ഈ എന്തെങ്കിലും മരങ്ങളൊക്കെ കത്തിച്ച്, ഇലകൾ കത്തിച്ച് കിട്ടുന്ന വെണ്ണൂറും മറ്റ് ചാണകപ്പൊടിയും മറ്റു സാധനങ്ങൾ, സാധാരണ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒരു വളം ഇതിനാവശ്യമില്ല. നന്നായിട്ട് തഴച്ച് വളരുന്നുണ്ട്. അധികം സൂര്യപ്രകാശം ആവശ്യമില്ല. ഞാൻ മാവിൻ്റെ ചുവട്ടിലൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. എൻ്റെ കയ്യിൽ 4 വെറൈറ്റീസ് ഉണ്ട്. വാഴക്കുളം, മൂവാറ്റുപുഴ വാഴക്കുളം ഭാഗത്തുള്ള പൈനാപ്പിൾ നമ്മൾ സാധാരണ കടയിൽ കാണുന്ന ഒന്നുണ്ട്. പിന്നെ ഇലയിലധികം മുള്ളില്ലാത്തൊരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ പഴം നല്ല വലിപ്പം വരും. പിന്നെ ഇലയുടെ അരിക് വയലറ്റ് കളറിൽ വരുന്നൊരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെയും ചക്ക നല്ല വലുതായിട്ട് വരും. അങ്ങനെ ഒരു 3-4 വെറൈറ്റീസ് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും എനിക്ക് പഴം കിട്ടിയിട്ടുണ്ട്. അതിൽ ഇലയിൽ മുള്ളില്ലാത്തത് ഒരു സ്പെഷ്യലാണ്. അത് മുള്ള് തീരെയല്ല. അതിൻ്റെ തുമ്പിൽ, ഇലയുടെ തുമ്പിൽ മാത്രം കുറച്ച് കുഞ്ഞ മുള്ളുകളുണ്ടാവും, അത്രയേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും മുള്ളുകളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോട്ടത്തിലൊക്കെ നടക്കുമ്പോൾ മുള്ള് തട്ടുന്ന പ്രശ്നം വരില്ല. അതിൻ്റെ ചക്ക വലിയ ചക്കയുമാണ്. ഒരു 1.5 കിലോ മിനിമം വരും. നന്നായിട്ട് നോക്കുകയാണെങ്കിൽ 2 കിലോ, 2.5 കിലോ വരും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.